ആദ്യം തന്നെ ചങ്ങാതിമാർക്കല്ലേ ഒരു കിടിലോസ്കി നമസ്കാരം ഇരിക്കട്ടെ. ഒരു കിടുക്കാച്ചി ഞാലിപ്പൂമ്പഴം വെച്ചുണ്ടാക്കുന്ന ഒരു കിടുക്ക ഐറ്റം കേട്ടോ. ഈ സാധനം വീട്ടിൽ 5 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് പിള്ളേരുടെ സ്നേഹം കൊണ്ടെങ്കിൽ നിങ്ങളെ വാരി പൊത്തും. അതുപോലത്തെ കിടുക്ക സാധനം ഒരു രക്ഷയില്ല. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇതേ മൈദ ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. കോൺഫ്ലവർ ഇട്ട ശേഷം ഹണി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഹണി ഒഴിച്ച ശേഷം അതിലേക്ക് പാലൊഴിച്ച് കൊടുക്കുക. കാരണം ഇതിൽ വെള്ളം ഒഴിക്കുന്നില്ല, അതുകൊണ്ട് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുത്ത് ഒരു ബാറ്ററിൻ്റെ തിക്നെസ്സിൽ വേണം, നല്ലൊരു തിക്കായിട്ടുള്ള ബാറ്റർ ആക്കി എടുക്കണം കേട്ടോ. ഈ രൂപത്തിലും ഭാവത്തിലും എങ്ങനെ എടുക്കുക. ശേഷം ഇവന് വേണ്ട പഴം ആകാശത്ത് ഞാലിപ്പൂമ്പഴം വരുന്നു. നേരെ ഇവൻ ഓരോന്നായിട്ടെടുത്ത് ഇവൻ്റെ തൊലി ഇതുപോലെ പൊളിച്ച് കളഞ്ഞ ശേഷം ആ ബാറ്ററിലേക്ക് പഴം ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഓരോന്നായിട്ട്. ആ സമയത്ത് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരും കമൻറ്റ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങ് അങ്ങ് എൻ്റെ ചങ്ങാതിമാരും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും അല്ല ഇത്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതിന് ചേരുന്നൊരു പേരും കൂടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താമെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലായ ചാണ്ടീസ് വിൻഡി വീട്ടിൽ ഈ സാധനം ഇറക്കുന്നതായിരിക്കും നിങ്ങളുടെ പേരിൽ. നിങ്ങൾ ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കാണാൻ പറ്റും. കിട്ടുക സാധനം എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ തൊലിയൊക്കെ പൊളിച്ച് ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം അടുത്ത കലാപരിപാടിയാണ് ഇവനെ എടുത്തിട്ട് നേരെ ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് ഇവനെ അതിൻ്റെ അകത്തുനിന്ന് എടുത്തിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കുക. കണ്ടോ, എന്നിട്ട് അടുത്ത കലാപരിപാടിയാണ് നമ്മൾ ഈ കട്ട്ലേറ്റിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ആ ബ്രെഡ് ക്രംസ് ആ പഴത്തിന് മൊത്തം അങ്ങ് ഇതുപോലെ അങ്ങ് പിടിപ്പിക്കുക. ഒത്തിരി പ്രഷർ ചെയ്യില്ല കേട്ടോ, ഇങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ആ ക്രംസ് മൊത്തം ആവത്തിലേക്ക് പഴത്തിലങ്ങ് പിടിപ്പിക്കുക. ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് അങ്ങ് പിടിപ്പിക്കുക. എന്നിട്ട് അടുത്ത് ഇവൻ പിടിപ്പിച്ച ശേഷം അവനങ്ങ് വെച്ചേക്കുക കുറച്ച് നേരം. എന്നിട്ട് ഇവൻ്റെ മുകളിൽ ഒഴിക്കാൻ ഒരു സോസുണ്ട്. ആ സോസ് ഉണ്ടാക്കുന്ന പരിപാടിയാണ്. ആദ്യം ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കുക. ശേഷം ഷുഗർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവനെ നല്ലവണ്ണം അങ്ങ് ക്യാരമലാക്കുക. ഈ കളറിലാക്കുന്ന രീതി വരെ ഇങ്ങനെ ഷുഗർ ഇതിലിങ്ങനെ ചൂടാക്കി മെൽറ്റാക്കി എടുക്കാം. അവസാനം ഈ ഒരു കളറിലും രൂപത്തിലൊക്കെ സാധനം കിട്ടും. ഇവനെ കിട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ബട്ടർ ആ ഷുഗർ ക്യാരമലായതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ അങ്ങ് മെൽറ്റാക്കുക. കണ്ടോ, ഇതുപോലെ ബട്ടർ നല്ലവണ്ണം മെൽറ്റായി കഴിയുമ്പോഴേക്ക് അതിലേക്ക് അടുത്ത കലാപരിപാടിയാണ് നമ്മൾ ഈ ലെവലിലായി കിട്ടുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ സോസാക്കി കിട്ടിക്കഴിയുമ്പോഴേക്ക് അതിലേക്ക് പാലൊഴിച്ച് ചൂടുപാലോ തണുത്ത പാലോ ഏതായാലും ഒരു കുഴപ്പമില്ല, പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അവനെ അതിൻ്റെ അകത്തിട്ട് ഇങ്ങനെ തിളപ്പിക്കുക. ഇപ്പം നല്ലൊരു സോസ് കിട്ടും. നമ്മൾ ബട്ടർ സ്കോച്ച് സോസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധനമാണ് ഈ സാധനം. അപ്പം ഈ സോസ് റെഡിയാക്കി വെച്ച് അവനെ ഒരു സൈഡിലേക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. കണ്ടോ, ഇതേപോലെ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റ് കേട്ടോ. വേണമെങ്കിൽ നക്കി നോക്കിയോ, സംഭവം വേറെ ലെവലാണ് സാധനം. എന്നിട്ട് ഇവനെ അങ്ങ് മാറ്റി വെക്കാം. അടുത്ത കലാപരിപാടിയാണ് തീ പിടിപ്പിക്കുന്നു. തീ പിടിപ്പിച്ച ശേഷം പാൻ വെക്കുന്നു. ഒരു നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ഒരു പാത്രമോ ഇതുപോലത്തെ പാത്രം എടുത്ത് അതിലേക്ക് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ, കാരണം ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയല്ലേ. അപ്പോൾ എണ്ണ ഒഴിച്ച ശേഷം ഇതുപോലെ നമ്മുടെ പഴമെടുത്ത് അതിലേക്കൊരു മറിക്കുക. സ്നേഹത്തോടെ അവനെ അതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. കണ്ടോ, എന്നിട്ടൊരു ഗോൾഡൻ കളറാകുന്നവരെ ഇങ്ങനെ ഓയിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുക. ഓവർ ചൂടായിക്കല്ലോ ഓയിൽ, ഓവർ തീ കുറഞ്ഞു ഇരിക്കരുത്. രണ്ടിനും ഒരു പാകത്തിൽ ഇട്ടിട്ട് ഇങ്ങനെ സ്ലോയിലിട്ട് അവനെ ഈ ഒരു കളറിൽ രൂപത്തിലാക്കി എടുക്കുക. നല്ല ഗോൾഡൻ കളറിലാക്കി എടുക്കുക. ഉണ്ടോ, ആ കളറിലായി കഴിയുമ്പോൾ അവനിങ്ങനെ നേരെ പൊക്കിയെടുക്കുക. അപ്പോൾ നല്ല ക്രിസ്പായിട്ട് ഇങ്ങനെ കിട്ടും സാധനം. എന്നിട്ട് അടുത്ത് മാറ്റി വെക്കുക. ശേഷം അടുത്ത ബാലൻസ് ഉള്ള പഴവും കൂടെ ഇതേപോലെ ഇങ്ങനെ ഇടുക. അവനെയും ഇതുപോലെ തന്നെ ഒരു ഗോൾഡൻ കളറൊക്കെ ആക്കി എടുക്കുക. ഇതിന് ചിലവരൊക്കെ പറയുന്ന പേര് ക്രിഞ്ചി ബനാന എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ, ക്രിഞ്ചി ബനാന എന്നൊക്കെ. പക്ഷേ സംഭവം വേറെ ലെവലാണ്. നമ്മളിവിടെ ഹോട്ടലിലുള്ള ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലായ ചാണ്ടീസ് വിൻഡി വീട്ടിലെ ഒരു സ്റ്റാഫ് ഇറക്കിയ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നോക്കി ഇതൊരു കിടിലൻ സാധനമാണ്. നമുക്ക് വീട്ടിലൊക്കെ ഒരു 5-10 മിനിറ്റ് മാക്സിമം ടൈം മതി. പെട്ടെന്ന് വൈകുന്നേരം പിള്ളേരൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴേക്ക് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന സാധനമാണ്. ഏത് കൊച്ചിനും ഇഷ്ടപ്പെടും, അത്ര ടേസ്റ്റായി സാധനം കേട്ടോ. എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇവനിങ്ങനെ അടുക്കി നല്ല ഭംഗിയായിട്ടങ്ങ് വെക്കുക. ഉണ്ടോ, കാണാൻ തന്നെ എന്നാ ഭംഗിയാണ്, നല്ല മണമായിരുന്നു കേട്ടോ എൻ്റെ ചങ്ങാതി. എന്നിട്ട് അതിന് മുകളിലേക്ക് ആ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക.
ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ എൻ്റെ ചങ്ങാതി കൊതി വന്നിട്ട് രക്ഷയില്ല കേട്ടോ. എനിക്ക് തന്നെ കൊതി വന്നിട്ട് രക്ഷയില്ല. നല്ല സ്മെല്ലായിരുന്നു ആ പഴത്തിൻ്റെയും ആ സോസിൻ്റെയും കൂടെ. എന്നിട്ട് ദേ ഇതുപോലെ അങ്ങ് എടുക്കുക, എന്നിട്ടൊരു പിടുത്തങ്ങ് പിടിക്കുക. പിടിക്കുമ്പോഴേക്കും ഒരു സംഭവം എന്നാണെന്നറിയോ, നമ്മൾ കടിക്കുമ്പോൾ ആദ്യം ഒരു ക്രഞ്ചിയും പിന്നെ ആ ഞാലിപ്പോകുമ്പോൾ നല്ല പഴുത്ത പഴമാകുമ്പോൾ നല്ല സോഫ്റ്റും കൂടെയാണ്. അപ്പോഴേക്കും നമ്മുടെ വായിക്കകത്തൊക്കെ വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ അലുത്തിറങ്ങുന്ന പോലെ വയ്ക്കും. വേറെ ലെവലാട്ടോ. ഈ സാധനം ഉണ്ടാക്കാൻ ഒരു കാരണവശാലും മറക്കല്ല. ഉണ്ടാക്കുക. വൈകുന്നേരം സ്കൂൾ കഴിഞ്ഞ് വരുന്ന പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർ നിങ്ങളെ കയറി കെട്ടിപ്പിടിച്ചൊരു ഉമ്മ വരും. അതുകൂട്ട് കിടുക്ക സാധനമുണ്ട്, ഒരു രക്ഷയില്ല. അപ്പോൾ താർക്ക് ഞങ്ങൾ അത് ഒരു രക്ഷയില്ല, നേരെ പൊളിച്ച